നമസ്കാരം. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച ഭീതി പരത്തിയ തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാനെ ഉടൻ ജയിലിലേക്ക് മാറ്റും. പ്രതിയെ ജയിലിലേക്ക് മാറ്റിയ ശേഷമായിരിക്കും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുക. ജനറൽ മെഡിസിൻ ഡോക്ടർ അനുമതി നൽകിയാൽ അഫാനെ ആശുപത്രിയിൽ നിന്നും ജയിലിലേക്ക് മാറ്റും. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിൽ അഫാനില്ല. ഇതിനിടെ അഫാന്റെ ബന്ധുക്കൾ, കടം വാങ്ങിയവർ എന്നിവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വരികയാണ്. ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രധാനവുമാണ്. 90 ദിവസത്തിനകം കുറ്റപത്രം നൽകാനാണ് പോലീസിന്റെ നീക്കം. വെഞ്ഞാറമൂട് കൊലക്കേസിലെ പ്രതി അഫാന് മാനസിക പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നാണ് മെഡിക്കൽ ബോർഡിന്റെ വിലയിരുത്തൽ. പൂർണ്ണ ബോധ്യത്തോടെയാണ് ഇയാൾ കൂട്ടക്കൊല ചെയ്തത് എന്നാണ് മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തലും. 2 കേസുകൾ കൂടി അഫാന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. അനിയൻ അഫ്സാനെയും സുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേസുകളിൽ ഇയാളെ ആദ്യം കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. അച്ഛന്റെ സഹോദരനെയും ഭാര്യയെയും ഉൾപ്പെടെ 4 പേരെ കൊന്നതിനും അമ്മയെ കൊല്ലാൻ ശ്രമിച്ചതിനുമാണ് വെഞ്ഞാറമൂട് പോലീസ് കേസെടുത്തിരിക്കുന്നത്.